ഈശോയിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് അനി ജോസഫ് എന്നാണ്. ഞാൻ ആലപ്പുഴ സ്വദേശിയാണ്. ഇതെൻ്റെ കുടുംബമാണ്. 1989 എൻ്റെ മാതാപിതാക്കളുടെ നവീകരണ അനുഭവത്തിലൂടെയാണ് ഞാൻ ഒരു പ്രേക്ഷിത രംഗത്തേക്ക് കടന്നു വരുന്നത്. 8ാം ക്ലാസ് മുതൽ അവരോടൊപ്പം ആരംഭിച്ച ഒരു പ്രേക്ഷിത യാത്രയാണ് എൻ്റെ ജീവിതം. എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ 1997 ഈശോ എന്നെ മുഴുവൻ സമയം സുവിശേഷ വേല ചെയ്യാൻ വിളിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അന്ന് മനസ്സിലായി മധ്യസ്ഥ പ്രാർത്ഥന ഒരു സുവിശേഷ വേലയാണെന്ന്, അതൊരു പ്രേക്ഷിത വേലയാണെന്ന് മനസ്സിലാക്കി അന്നു മുതൽ അതിരാവിലെയും രാത്രി വൈകിയും ഒത്തിരി മണിക്കൂറുകൾ എൻ്റെ മുറിയിലും ദേവാലയങ്ങളിലും ഇരുന്ന് ഞാൻ ദേശത്തിനു വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവം എന്നെ ഏൽപ്പിച്ച കൊച്ചു കാര്യങ്ങളിൽ ഞാൻ സ്ഥിരതയോടെയും വിശ്വസ്തയോടെയും നിന്നപ്പോൾ ദൈവം എന്നെ പടുത്തുയർത്തുവാൻ തുടങ്ങി. അങ്ങനെ ഈ 22 വർഷം പിന്നിടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുവാനും ഈശോയുടെ വചനം പങ്കുവയ്ക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം അവസരം നൽകി. പ്രിയപ്പെട്ടവരെ, ഇന്ന് 5 വർഷമായി ഞങ്ങൾ കുടുംബമായി കേരളത്തിന് വെളിയിൽ, നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ ഫിയാത്ത് മിഷൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ആഫ്രിക്കയിലെ കെനിയ എന്ന രാജ്യത്തും സുവിശേഷ വേല ചെയ്തു വരികയാണ്. ഞങ്ങളുടെ ജീവിതം സുവിശേഷത്തിനായി സമർപ്പിച്ചു. ഈ അസാധാരണ പ്രേക്ഷിത മാസം തിരുസഭ ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ കൗമാരപ്രായം മുതൽ ഞങ്ങളെടുത്ത ചില അസാധാരണമായ തീരുമാനങ്ങളും സമർപ്പണങ്ങളുമാണ് ഞങ്ങളെ പടുത്തുയർത്തുവാൻ കാരണമായത്. പ്രിയപ്പെട്ട, ഏറ്റവും വലിയ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തിയും സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അന്നു മുതൽ ഇന്നു വരെ ദൈവം ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി. ഞങ്ങൾ പോയ എല്ലാ വിപരീത സാഹചര്യങ്ങളിലും ഈ കുഞ്ഞുങ്ങളുമായി കേരളത്തിന് വെളിയിലും ആഫ്രിക്കയിലും ചൂടുള്ള കാലാവസ്ഥയിലും തണുപ്പുള്ള കാലാവസ്ഥയിലും ഒക്കെ ഞങ്ങൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് പോയപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം താങ്ങും തണലുമായി സംരക്ഷണമായി നിന്നു. എല്ലായിടത്തും ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മൂത്ത മകൾ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൾ ആദ്യമായി കേരളത്തിന് വെളിയിൽ വടക്കേ ഇന്ത്യയിൽ പ്രേക്ഷിത യാത്ര നടത്തിയത്. റോസ് അവൾക്ക് 6 മാസം ഉള്ളപ്പോഴാണ് ഞങ്ങൾ അവളുമായിട്ട് ആഫ്രിക്കയിലേക്ക്, കെനിയയിലേക്ക് പോയത്. പ്രിയപ്പെട്ടവരെ, സുവിശേഷ വേലയ്ക്കായി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തി ഏറ്റവും അധികം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ പ്രേക്ഷിത മാസം പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അസാധാരണമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ആ പ്രേക്ഷിത ചൈതന്യം കൊണ്ട് നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ സ്വപ്നമായ ആ സുവിശേഷവൽക്കരണം പൂർത്തിയാക്കുവാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും പങ്ക് അതിനായിട്ട് നൽകാം. അതിനുവേണ്ടി ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.